നമസ്കാരം. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് ടെൻഷൻ അടിച്ച് നടപ്പൂ എന്നാണ് ഇപ്പൊ നമുക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നത്. കാരണം റീസെന്റ് ആയിട്ടുള്ള ചില വാർത്തകൾ കാണുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും ഒക്കെ അയൽവാസി തന്നെ കവർന്നുകൊണ്ട് പോയതായിട്ടുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ ഫിസിക്കൽ ഗോൾഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഭാരതീയരുടെ അല്ലെങ്കിൽ കേരളീയരുടെ ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ് ഫിസിക്കൽ ഗോൾഡ് സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഫിസിക്കൽ ഗോൾഡിന് ലിമിറ്റ് വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ത്രെട്ട് എന്ന് പറയുന്നത് കാര്യം നമുക്ക് ഇത് ധരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ സംഗതി ഉണ്ട്, അതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പണിക്കൂലി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കോസ്റ്റ്. നമുക്ക് ഈസി ആയിട്ട് ജ്വല്ലറി ചെന്ന് മേടിക്കാം, ബട്ട് എക്സ്ട്രാ കോസ്റ്റുകളും കാര്യങ്ങളും. അതിനേക്കാളും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആദ്യം പറഞ്ഞ ഈ മോഷണം എന്ന് പറയുന്ന സംഗതി. അപ്പൊ നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള രീതികളിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ മെത്തേഡുകൾ ഏതൊക്കെയാണ്, നമുക്ക് കൂടുതൽ ലാഭം തരുന്ന രീതിയിൽ നമുക്ക് സ്വർണത്തിൽ നിക്ഷേപം നടത്താനുള്ള പലവിധ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളാണ് വളരെ ചുരുക്കി ലളിതമായിട്ടുള്ള രീതിയിൽ തുടക്കക്കാർക്കായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ പല വർഷങ്ങളായിട്ട് മാർക്കറ്റിനെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള അവസ്ഥയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് ETF-കൾ. അപ്പൊ ETF-കൾ പല കമ്പനികളും നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ETF ഉണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇൻക്ലൂഡിങ് ടാറ്റ പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള മറ്റൊരു വഴിയാണ്. അഡീഷണൽ ആയിട്ട് ഇനിയും ഉണ്ട് ഓപ്ഷൻസ്. അതായത് ഗോൾഡ് മൈനിങ് കമ്പനീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, സ്വർണ്ണ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനീസിൽ. അതുപോലെ തന്നെ പല രീതിയിലുള്ള സോവറിൻ ഗോൾഡ് ബോൺഡ്സ് ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് അതുവഴി സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ടുള്ള കാര്യം, പല രീതിയിലുള്ള നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാനൊന്നിന്റെയും പേരെടുത്ത് പറയുന്നില്ല. അതുവഴി നമുക്ക് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഏറ്റവും ഞാൻ പറഞ്ഞു ETF-കൾ വഴിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചാർജുകൾക്ക് അപ്പുറത്തേക്ക് മറ്റ് ചാർജുകളൊന്നും നമുക്ക് സ്പെൻഡ് ആകുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ജുവലറി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഫിസിക്കൽ ഗോൾഡ് കീപ്പ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഗോൾഡ് കീപ്പ് ചെയ്യാനുള്ള നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരുപാട് വഴികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ പാക്സ് ഗോൾഡ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലൂടെ നമുക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം XAU USD പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ടുള്ള പാക്സ് ഗോൾഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് നമുക്ക് വേണേൽ പറയാനായിട്ട് സാധിക്കും. കാരണം ഫിസിക്കൽ ഗോൾഡ് നമ്മൾ മേടിക്കുന്നതായിട്ടുള്ള ഷെയർസിന് ഈക്വലന്റ് ആയിട്ട് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഫിസിക്കൽ റിസർവ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് അധികം ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്ന് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നൂതനമായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.